മലപ്പുറത്ത് വാഹനാപകടത്തിൽ മരിച്ച കായിക താരത്തിന്റെ മൃതശരീരത്തോട് അനാദരവ് കാട്ടിയതായി ബന്ധുക്കളുടെ പരാതി. അപകടത്തിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനോ മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിനോ യാതൊരു സഹായവും അധികൃതരുടെ ഭാഗത്തുനിന്നും സുധീഷിന്റെ കുടുംബത്തിനുണ്ടായില്ല. കടവന്ത്രയിലെ ബന്ധുവീടിന്റെ മുകളിലത്തെ നിലയിലെ ഒറ്റമുറിയിലാണ് സുധീഷും കുടുംബവും താമസിച്ചിരുന്നത്. കൂലിപ്പണിക്കാരായ മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷ സുധീഷിന്റെ കായിക ഭാവിയിലായിരുന്നു. എന്നാൽ ഒരു കായിക താരത്തോടോ വിദ്യാർത്ഥിയോടോ ഒരിക്കലും കാണിക്കരുതാത്ത അവഗണനയാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കാട്ടിയത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ശവപ്പെട്ടി പോലുമില്ലാതെ തുണിയിൽ പൊതിഞ്ഞാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പോസ്റ്റ്മോർട്ടം, ആംബുലൻസ് തുടങ്ങി അപകടത്തിന് ശേഷമുണ്ടായ ചിലവുകൾ വഹിച്ചതും ബന്ധുക്കളും നാട്ടുകാരും തന്നെ. ഈ ആദരവോടുകൂടി കൊണ്ടുവരേണ്ട ആ കുട്ടിയെ സാധാരണ ഒരു അനാഥ ശവം കൊണ്ടുപോകുന്ന, അതായത് ഒരു പഴന്തുണിക്കകത്ത് പൊതിഞ്ഞു കെട്ടി ചെളിയും രക്തവും മറ്റും പുറണ്ട ഒരു സ്ട്രെച്ചറിനകത്ത്, ആ സ്ട്രെച്ചറിൻ്റെ ബെൽറ്റ് കൊണ്ടിട്ട് വട്ടം ടൈറ്റ് ചെയ്ത് കെട്ടി കൊണ്ടുവരുന്ന ഒരു അത്രയും അനാദരവാണ് ആ കുട്ടിയോട് കാണിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വീട്ടിൽ കയറിയിറങ്ങി നടന്ന ഡിവിഷൻ കൗൺസിലർ കൂടിയായ മേയർ സൗമിനി ജെയിനോ മറ്റു ജനപ്രതിനിധികളോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നഷ്ടപരിഹാരമടക്കമുള്ള സാമ്പത്തിക സഹായത്തിലുപരി ഒരു കായിക താരത്തിനും ഈ അവഗണന ഉണ്ടാവരുതെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. റിപ്പോർട്ടർ, കൊച്ചി.